സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ ആക്ടിവിറ്റി കാർഡ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേ. 1 തൊട്ടിട്ട് 16 വരെയുള്ള ആക്ടിവിറ്റി കാർഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 17 തൊട്ടിട്ട് 30 വരെയുള്ള ആക്ടിവിറ്റീസാണ് ഉള്ളത്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളാം. നമുക്ക് ഇനി ബാക്കി വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഇനി ഈ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് കഴിഞ്ഞ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പോർഷൻസും എടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 17th question, Unit 5, Food for Health, Noon Meal Menu. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡിൻ്റെ ഒരു ചാപ്റ്ററാണ് കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിനും ഭക്ഷണത്തിൻ്റെ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇവിടെ ഓരോ ദിവസവും രാവിലെ കഴിക്കുന്ന ഫുഡുകളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മൺഡേ തൊട്ടിട്ട് ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഈവനിങ് സ്നാക്ക് എന്താണ്, ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുക, കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് നമുക്ക് നോക്കാം. Like this, we prepare and eat variety of food every day. Look at another list that show the need to eat variety food like this. ഇതുപോലെ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എന്തൊക്കെ ന്യൂട്രിയൻസ് ആണുള്ളത്, ആ ന്യൂട്രിയൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത്, എ ഡയറ്റ് ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ന്യൂട്രിയൻസ് ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് നീഡഡ് ഫോർ അവർ ബോഡി ഇസ് ടേംഡ് ആസ് ബാലൻസ്ഡ് ഡയറ്റ്. മിൽക്ക് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. മിൽക്ക് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇവാലുവേറ്റ് ദ അബൌവ് ടേബിൾ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ഡയറ്റ് ദാറ്റ് വൺ ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. മുമ്പത്തെ ടേബിൾ രണ്ടും നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനത്തെ ഡയറ്റാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. Sufficient energy and nutrients from food may help in the growth and healthy life. We should include the food which contain carbohydrate, protein, fat and vitamin to attain proper health. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും എനർജിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ്, ഫാറ്റ് എല്ലാം വേണം. എന്നാലാണ് നമുക്കൊരു പ്രോപ്പർ ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പ്രിപ്പയർ എ ഫുഡ് ചാർട്ട് ഫോർ 1 week ബൈ അനലൈസിങ് ദ ഡയറ്റ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിക്കുക അങ്ങനെ നോക്കിയിട്ട് എന്ത് വേണം? ഒരു ഡയറ്റ് ചാർട്ട്, ഒരു ഫുഡ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൺഡേ തൊട്ടിട്ട് സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്തൊക്കെ കഴിക്കാമെന്ന് നിങ്ങളൊന്ന് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 18. അപ്പോൾ ഇവർ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, analyze the conceptualization and evaluate the following statement and tick against the appropriate one. നിങ്ങൾ ആദ്യം ഈ മുകളിലുള്ളത് വായിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഓൾ വിറ്റാമിൻസ് ആർ വാട്ടർ സോളിബിൾ. എല്ലാ വിറ്റാമിൻസും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് നമുക്ക് നോക്കാം എന്താണ് ഉത്തരമെന്ന്. അടുത്തത്, വി ഗെറ്റ് ഓൾ ദ വിറ്റാമിൻസ് വി നീഡ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എല്ലാ വിറ്റാമിൻസും കിട്ടും. അടുത്തത്, ഗൂസ്ബെറി ഈസ് ഗുഡ് ഫോർ സ്കിൻ, ടീത്ത് ആൻഡ് ഗം. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ എന്താ? നെല്ലിക്ക നമ്മുടെ സ്കിന്നിനും ടീത്തിനും ഗമ്മിനൊക്കെ ഗുഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഫോർ ഐ ഹെൽത്ത് ഈറ്റ് എ ഡയറ്റ് റിച്ച് ഇൻ ക്യാരറ്റ്, പീ ലീവ്സ് ആൻഡ് മുരിങ്ങ ലീവ്സ്. നമ്മുടെ കണ്ണുകളുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ്, മുരിങ്ങയുടെ ഇല, അതുപോലെ പയറിൻ്റെ ഇലയൊക്കെ നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കാം. അടുത്തത്, ദറ്റ് വിറ്റാമിൻസ് എ, ഇ, ഡി, കെ സോളിബിൾ ഇൻ വാട്ടർ ആൻഡ് ബി, സി സോളിബിൾ ഇൻ ഫാറ്റ്. എ, ഇ, ഡി, കെ എന്ന് പറഞ്ഞ വിറ്റാമിൻസ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതും ബി, സി എന്ന് പറയുന്നത് ഫാറ്റിൽ സോളിബിൾ ആവുന്നതും ഫാറ്റിൽ അലിഞ്ഞു ചേർന്നതുമാണെന്നാണ് പറയുന്നത്. ഈ ഉത്തരങ്ങൾ നോക്കാം. വിറ്റാമിൻസ് വാട്ടർ സോളിബിൾ ആണെന്ന്, അത് ഫാൾസ് ആണ്. അടുത്തത്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എല്ലാ വിറ്റാമിൻസും കിട്ടും, ശരിയാണ്, ട്രൂ. ഗൂസ്ബെറി എന്ന് പറയുന്നത് സ്കിന്ന്, ടീത്ത്, ഗമ്മിന് ഗുഡാണ്, ട്രൂ ആണ്. ഐ ഹെൽത്തിന് നമ്മൾ ക്യാരറ്റ്, പീ ലീവ്സ്, മുരിങ്ങ ലീവ്സ് ഒക്കെ കഴിക്കണം, ട്രൂ ആണ്. അടുത്തത്, വിറ്റാമിൻ എ, ഡി, കെ സോളിബിൾ ഇൻ വാട്ടർ, വിറ്റാമിൻ ബി, സി സോളിബിൾ ഇൻ ഫാറ്റ്, അതെന്താ? ഫാൾസ് ആണ്. ഇനി അവർ ചോദിച്ചേക്കുന്നത്, റീറൈറ്റ് ദ ഇറേഴ്സ് യു ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ അബവ്. നിങ്ങൾ അതിൽ തന്നിട്ടുള്ള തെറ്റുകളല്ലേ, ഫാൾസ് വന്നേക്കുന്നത്, അത് ഇതിലെഴുതുക. എന്നിട്ട് അതിൻ്റെ കാരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ബിക്കോസ് വിറ്റാമിൻസ് ആർ ഓഫ് 2 types, വാട്ടർ സോളിബിൾ ആൻഡ് ഫാറ്റ് സോളിബിൾ. ഒന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആയിരുന്നു. കാരണം എല്ലാ വിറ്റാമിൻസും വെള്ളത്തിൽ സോളിബിൾ ആവുന്നതല്ല, ചിലത് ഫാറ്റിൽ സോളിബിൾ ആവുന്നതുണ്ട്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 5 ഫാൾസ് ബിക്കോസ് വിറ്റാമിൻ എ, ഡി, ഇ ആൻഡ് കെ ആർ ഫാറ്റ് സോളിബിൾ ആൻഡ് ബി, സി ആർ വാട്ടർ സോളിബിൾ. അപ്പോൾ അത് തല തിരിച്ചിട്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത്.
ശരിക്കും ബി സി വാട്ടർ സോളിബിളും ബാക്കി എല്ലാതും ഫാറ്റ് സോളിബിൾ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 20. Adding lady's finger in the sambar will increase fat. Meenu was totally confused when she heard what her mother said. Isn't lady's finger a vegetable? The teacher told in the class that fats are made up of oils. She asked this doubt to the teacher. The teacher told her to an experiment to clear her doubt. Meenu knows that oil contains fat. As the direction of the teacher, 2 or 3 drops of oil were poured on a piece of white paper and allowed to dry to determine the presence of fat. Then cut a lady's finger and spread the fat on another side of the paper and allow to dry. Try this experiment yourself and write down your finding. Seen at the oil spill place, seen on the greasy side of lady's finger. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പാറിൽ ലേഡീസ് ഫിംഗർ നമ്മൾ വെണ്ടക്കായ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെണ്ടക്കായ എന്ന് പറയുന്നത് കൊഴുപ്പ് കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം കൊഴുപ്പ് എന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ള സബ്സ്റ്റൻസിലല്ലേ കൊഴുപ്പ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഈ വെണ്ടക്കായ എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ടീച്ചറോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ടീച്ചർ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ടീച്ചർ എന്ത് പറഞ്ഞു? 2 പേപ്പർ എടുക്കുക, വൈറ്റ് പേപ്പർ എടുക്കുക. ഒരെണ്ണത്തിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് 2-3 ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് വേണം അത് ഉണങ്ങാൻ വയ്ക്കുക. ഒരെണ്ണത്തിൽ വെണ്ടക്കായ കട്ട് ചെയ്തിട്ട് അതൊന്ന് റബ്ബ് ചെയ്തിട്ട് അത് ഉണങ്ങാൻ വയ്ക്കുക. എന്നിട്ട് എന്താവും അതിൻ്റെ ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ വേണം. ഫസ്റ്റത്തെ കോളം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? സീൻ അറ്റ് ദ ഓയിൽ സ്പിൽ പ്ലേസ്. ഓയിൽ നമ്മൾ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്ത പേപ്പറിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കുക. അടുത്തതിൽ ലേഡീസ് ഫിംഗർ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ പേപ്പറിൽ എന്താണ് കാണാൻ നോക്കുക. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിൽ പാച്ചസ് സീൻ ഓൺ പേപ്പർ. ഓയിൽ നമ്മൾ ഡ്രോപ്പാക്കി ഒഴിച്ചിട്ട് അത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഓയിൽ പാച്ചസ്, മെഴുക്ക് പോലത്തെ ഒരു പാച്ചസ് ഉണ്ടാവും. അടുത്തതിൽ എന്താ, നമ്മൾ ലേഡീസ് ഫിംഗർ റബ്ബ് ചെയ്തില്ലേ, അവിടെ എന്താ ഉണ്ടാവുക? ഓയിൽ കണ്ടൻറ്റ് ഈസ് നോട്ട് സീൻ ഓൺ പേപ്പർ. ലേഡീസ് ഫിംഗർ ഒരു ഫാറ്റ് അടങ്ങിയ കൊഴുപ്പടങ്ങിയ ഒരു സാധനമാണെങ്കിലും അത് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് കാണില്ല? ഓയിലിൻ്റെ കണ്ടൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കില്ല. നെക്സ്റ്റ് നോക്കാം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റം അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള പല ഫുഡ് ഐറ്റം കൊണ്ട് നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. റൈറ്റ് ദം ഡൗൺ ബൈ ക്ലാസിഫൈയിങ് ഇറ്റ്. എന്നിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫാറ്റുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പുറത്ത് എഴുതുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കോളത്തിൽ ഫാറ്റുള്ള ഏതെങ്കിലും വെജിറ്റബിൾസോ വേറെ ഏതെങ്കിലും തിങ്സ് എഴുതുക. അടുത്തതിൽ എന്ത് എഴുതണം? ഫാറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ എന്താ? കൊഴുപ്പില്ലാത്ത കുറച്ച് സാധനങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് വേണം? രണ്ടും നമ്മൾ പേപ്പറിൽ റബ്ബ് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിനൊരു കൺക്ലൂഷൻ കിട്ടുക, അത് നിങ്ങൾ അടുത്തതിൽ എഴുതണം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നത് കണ്ടെയ്ൻ ഫാറ്റ് ഉള്ളതിൽ, കൊഴുപ്പുള്ളതിൽ ചിക്കൻ ഫ്രൈ, പപ്പടം അതാണ് കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈ. പപ്പട് ഫ്രൈ എന്ന് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില പപ്പടം നമ്മൾ ചുടും ഇല്ലേ, വെളിച്ചെണ്ണയിലിട്ടിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കണതാണ് പപ്പട് ഫ്രൈ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിക്കുന്നത്. അടുത്ത് ഫാറ്റ് ഫ്രീ പംകിൻ കറി ലീവ്സ്, ക്യാബേജൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ പ്രൊഡക്റ്റും എടുത്ത് ഞാൻ പേപ്പറിൽ റബ്ബ് ചെയ്യും. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കൺക്ലൂഷൻ എന്താ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എന്താ എഴുതാം നമ്മൾ ആ ബോക്സിൽ? We take some food item contain fat and without fat and rub in a white paper. We can see oil patches on white paper when it contains fat, otherwise it is fat free. നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റം എടുത്തു, ഫാറ്റ് ഉള്ളതും ഫാറ്റ് ഇല്ലാത്തതും. എന്നിട്ട് അതൊരു പേപ്പറിൽ റബ്ബ് ചെയ്തപ്പോൾ എന്ത് കാണാൻ പറ്റി? ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ആ ഫുഡിൽ എന്താണ്ട്? ഫാറ്റ് ഉണ്ട്. ഇനി ഓയിൽ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതെന്താണ്? ഫാറ്റ് ഫ്രീ ആണ്, കൊഴുപ്പില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 20. ലുക്ക് അറ്റ് ദ മെറ്റീരിയൽസ് ഇൻ ഫുഡ് ആൻഡ് ദെയർ ഫങ്ഷൻ. കുറച്ച് ഫുഡുകളും തന്നിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. അയേൺ ഉള്ളത് കാൽസ്യം, ഫോസ്ഫറസ്, അയോഡിൻ, സോഡിയം, ഇതൊക്കെ എന്തിൻ്റെ യൂസസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അയേൺ യൂസ് ചെയ്യണത്. അതുപോലെ ബോൺസ് ഹെൽത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽസ്യം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അതിന് അയോഡിൻ. ഓക്കെ, പിന്നെന്താ നമുക്ക് വേണ്ട ബോഡിക്ക് വേണ്ട വെള്ളം റെഗുലേറ്റ് ചെയ്യണത് ഏത് പ്രൊഡക്റ്റാണ്? സോഡിയമാണ്. അവർ ഡയറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ റൈറ്റ് എമൗണ്ട് ഓഫ് മിനറൽ. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഡിസീസസ് ദാറ്റ് കോസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കറക്റ്റ് മിനറൽസ് ഉള്ള ഫുഡ് കഴിക്കണം. ഈ അയേൺ, ഫോസ്ഫറസ്, കാൽസ്യം, ഇതൊക്കെയാണ് നമ്മുടെ മിനറൽസ്. ഓക്കെ, അപ്പോൾ ഈ മിനറൽസിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് കുറച്ച് അസുഖങ്ങളുണ്ടാവും. അതാണ് ഈ തന്നിരിക്കുന്നത്. അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ പെയിൽനെസ്, കാൽസ്യം അതുപോലെ ഫോസ്ഫറസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ലോസ്, അയോഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയ്റ്റർ,
സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വായിച്ചു, ഒരുപാട് മിനറൽസും കണ്ടു, അതുമൂലം ഉണ്ടാവുന്ന കുറച്ച് അസുഖങ്ങളും കണ്ടു. ഇനി നമ്മളോട് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ഗോയിങ് ത്രൂ ദ ഇൻഫോർമേഷൻ ഗിവൻ അബവ്. മുകളിൽ തന്നിട്ടുള്ള മിനറൽസ്, അത് ഷോർട്ടേജ് ആയി കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതൊക്കെ വെച്ചിട്ട് നിങ്ങളോട് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അവർ മിനറൽസ് എന്ന് പറഞ്ഞിട്ട് മിനറൽസ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബോക്സസ് തന്നിട്ടുണ്ട്. ഇനി ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനറൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ ഏതൊക്കെ, അത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, ചിലതിൽ അസുഖം കൊടുത്തിട്ടുണ്ട്, ഏത് മിനറൽസ് ആണെന്ന് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ അത് നോക്കി അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം ആൻസേഴ്സ് നോക്കുക കേട്ടോ. അപ്പോൾ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ പെയിൽനെസ്, ബോൺ ലോസ് ആണെങ്കിൽ അതിൻ്റെ മിനറൽ ഏതാ, കാൽസ്യം, ഫോസ്ഫറസ്. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, ഗോയിത്തർ എന്ന് പറഞ്ഞ അസുഖം അയോഡിൻ കുറഞ്ഞതിൻ്റെ. ഓക്കെ, അപ്പോൾ നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ആൻസേഴ്സ് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 21. The following are the essential nutrients for our body and the function they perform in the body. തന്നിട്ടുള്ളതാണ് കുറച്ച് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്, അതിൻ്റെ ഫങ്ഷൻസ്, ഉപയോഗം കൂടി എഴുതിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എനർജി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ ഡാൻസ് കളിക്കുക, എന്തെങ്കിലും വർക്ക് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്. അടുത്തത് പ്രോട്ടീൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ബോഡി, നമ്മുടെ ശരീരം ഒന്നും കൂടി ഡെവലപ്പ് ആവണം, ഒന്ന് വളരണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഫാറ്റ് പ്രൊവൈഡ് എനർജി, ഡിസോൾവ് സം വിറ്റാമിൻ. ഫാറ്റ് എന്തിനാ, നമുക്ക് എനർജി കിട്ടാൻ, വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടാനും പിന്നെ കുറച്ച് വിറ്റാമിൻസ് ഒക്കെ സോളിബിൾ ആവാനാണ് കൊഴുപ്പ്, ഫാറ്റ്. നെക്സ്റ്റ് വിറ്റാമിൻ ഫോർ പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സൈക്കോളജിക്കൽ ആക്ടിവിറ്റി. നമുക്ക് എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ വർക്കിങ്ങിന് വിറ്റാമിൻ ആവശ്യമാണ്. അടുത്തത് എന്താ, ക്വസ്റ്റ്യൻ നോക്കാം. Look into the information given above regarding nutrients. The school health club is organizing a seminar on the occasion of the food day. Prepare 5 questions for your interview with the doctor who comes as guest of the function. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്കൂൾ ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സെമിനാർ നടത്തുകയാണ് ഫുഡ് ഡേയുടെ അന്നൊരു ഡോക്ടർ വരുന്നുണ്ട് നമ്മുടെ അവിടേക്ക് ഇനോഗ്രേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ്, 5 ക്വസ്റ്റ്യൻ നമുക്ക് ആ ഡോക്ടറോട് ചോദിക്കണം. അപ്പോൾ മുമ്പിൽ ആ അബവ് തന്നിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഐഡിയയിൽ ട്രൈ ചെയ്തിട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങളൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഇത് നോക്കുക. വിച്ച് ന്യൂട്രിയൻസ് ഹെൽപ്പ് അസ് ഫോർ ബോഡി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. നമ്മുടെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഏത് ന്യൂട്രിയൻസ് യൂസ് ചെയ്യണം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫാറ്റ് ഇൻ അവർ ബോഡി. കൊഴുപ്പിന് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഉപയോഗം. വൈ വിറ്റാമിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്. വിച്ച് ന്യൂട്രിയൻസ് ഹെൽപ്പ് അസ് ടു ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ ന്യൂട്രിയൻസ് വേണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്ത് പ്രോട്ടീൻ്റെ റോൾ എന്താണ്, പ്രോട്ടീൻ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 22, യൂണിറ്റ് 6, ലിവിങ് ഇൻ ഹാർമോണി. ഒബ്സർവ് ദ ഇമേജ് ഓഫ് ദ പോണ്ട്. Find and write from the picture the suitable factors for the fish to live in the pond. ഒരു മീനിനെ കുളത്തിലെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങളോട് ഈ പിക്ചർ ആദ്യം നിങ്ങളൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലവർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുളങ്ങളിലും അതുപോലെ തന്നെ അരുവികളിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തരം പ്ലാന്റ്സ്. ഇനി ബാക്കി എന്തൊക്കെയാണ് ഒരു ഫിഷിനെ കുളത്തിൽ ജീവിക്കണമെങ്കിൽ ആവശ്യം വരിക. നമുക്ക് വെറുതെ അതിൽ കണ്ടറിയും, വെള്ളം വേണം, വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ വെള്ളം. പിന്നെ അതുപോലെ എന്താ വേണ്ടി, സൺലൈറ്റ് വേണ്ടി വരും. പിന്നെ എന്താ വേണ്ടി വരും, ടെമ്പറേച്ചർ വേണ്ടി വരും. നോക്കിക്കോ, ഇതാണ് ആൻസേഴ്സ് കേട്ടോ. നിങ്ങൾക്കറിയാവുന്നത് ആദ്യം എഴുതണം, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. സൺലൈറ്റ്, സോയിൽ, വാട്ടർ, എയർ, ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ, സ്മോൾ ഓർഗാനിസം, ടെമ്പറേച്ചർ, pH ഓഫ് വാട്ടർ, സ്മോൾ ഇൻസെക്റ്റ്. ഈ ഫിഷിനും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, കുഞ്ഞു കുഞ്ഞു ഓർഗാനിസമൊക്കെ അത് കഴിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, കുഞ്ഞു കുഞ്ഞു മീനുകളും കുഞ്ഞു കുഞ്ഞു ഓർഗാനിസം, ഇൻസെക്ട്സൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ഫിഷിന് ജീവിക്കണമെങ്കിൽ ആവശ്യ ഘടകങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാക്ടേഴ്സ് ഗിവൻ അബവ് ആൻഡ് ക്ലാസിഫൈ ദം ആസ് ബയോട്ടിക് ഫാക്ടർ ആൻഡ് അബയോട്ടിക് ഫാക്ടർ. ഇപ്പോൾ മുകളിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മൾ ജീവനുള്ളതും ജീവനില്ലാത്തതാക്കിയിട്ട് 2 കോളത്തിൽ എഴുതണം. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്.
അപ്പോൾ ഇതാണ് നമുക്കുള്ള ബോക്സ്, ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആൻസേഴ്സ് നോക്കാം ഇനി. ബയോട്ടിക് ഫാക്ടേഴ്സ് സ്മോൾ ഓർഗാനിസം, അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ഇൻസെക്ട്. അബയോട്ടിക്കിൽ ഏതാ വരിക? സൺലൈറ്റ്, സോയിൽ, വാട്ടർ, എയർ, ടെമ്പറേച്ചർ, pH of water, oxygen dissolved in water. Next question. Deer lives depending on the plants, which is a biotic factor. Abiotic factors are air, soil and water. Complete the table by finding out whether the biotic factor and abiotic factors on which all organisms depend are same. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഡിയർ, മാന് എന്തൊക്കെയാണ് ബയോട്ടിക് ജീവനുള്ളത് എന്താ വേണ്ടത്? പ്ലാന്റ്സ് ആണ് വേണ്ടത്. ഓക്കെ. ഇനി അബയോട്ടിക്, ഇതിൽ നമ്മൾ പ്ലാന്റ്സിനെ ബയോട്ടിക് ആയിട്ടാണ് പറയുക കേട്ടോ, ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് പറയുന്നത്. അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എയർ, സോയിൽ, അതുപോലെ വാട്ടർ. ഓക്കെ, വെള്ളം, മണ്ണ്, എയർ, അതൊക്കെയാണ് വേണ്ടത്. ഇതുപോലെ ബാക്കി നമുക്ക് ആ കോളത്തിൽ തന്നിരിക്കുന്ന അനിമൽസ് എന്തൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും ആണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആർക്കൊക്കെയാണ് സെയിം ആയിട്ടുള്ള ബയോട്ടിക്കും സെയിം ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സും വരുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്രെയിൻ്റെ എഴുതിയിട്ടുണ്ട്, ഫിഷ്, ഡ്രാഗൺ ഫ്ലൈ, സ്നേക്ക്, ഫ്രോഗിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബയോട്ടിക് ഒക്കെ സ്മോൾ ഫിഷസ്, ഫ്രോഗ്, ക്രെയിൻ്റെ കേട്ടോ, കൊക്കിൻ്റെ. അതിൻ്റെ അബയോട്ടിക് എഴുതിയിട്ടുണ്ട് വാട്ടർ, എയർ, സൺലൈറ്റ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഫിഷിൻ്റെ ഏതാ? സ്മോൾ ഇൻസെക്റ്റ്. അതിൻ്റെ അബയോട്ടിക് ആരാ? വാട്ടർ, എയർ, സൺലൈറ്റ്. ഡ്രാഗൺ ഫ്ലൈയുടെ ബയോട്ടിക് ആരാ? സ്മോൾ ഇൻസെക്റ്റ്, സ്മോൾ പ്ലാന്റ്സ്. അബയോട്ടിക് വാട്ടർ, എയർ, സൺലൈറ്റ്. ഇതിൽ നമുക്കറിയാം വാട്ടർ, എയർ, സൺലൈറ്റ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെയും ബയോട്ടിക്കിലാണ് ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരാൻ പറ്റുക. ഓക്കെ. The biotic and abiotic factors in the surrounding and their mutual relationship together form the ecosystem. Find and write the ecosystem in your locality. അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആവശ്യ വസ്തുക്കൾ ചേർന്നതാണ് നമുക്ക് എക്കോസിസ്റ്റം ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയുണ്ട്, ജീവനുള്ളതും ജീവനില്ലാത്തതായിട്ടുള്ള എന്തൊക്കെയുണ്ട്, അതൊക്കെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ബോക്സസ് തന്നിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പോണ്ട്സ്, ലേക്ക്, സാക്രഡ് ഗ്രോവ്സ്, ഫീൽഡ്, മാൻഗ്രോവ്, ഫോറസ്റ്റ്. സാക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കാവുകൾ എന്നർത്ഥം കേട്ടോ. പിന്നെ എന്താ? കുളങ്ങൾ, അരുവികൾ, പാടം. മാൻഗ്രോവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകൾ എന്നർത്ഥം. നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 24. റൈറ്റ് ദം ഇൻ ദ സീക്വൻസ് ഹൗ ഈച്ച് വൺ ബിക്കം ഫുഡ് ഫോർ അതർ. ഇതെന്താണ്? ഫുഡ് വെബാണ്. ഇത് എഴുതാൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാവും, കാരണം നിങ്ങളിത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് നന്നായി അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ആൻസർ പറഞ്ഞുതരാം. ഓക്കെ. ഫുഡ് വെബ് നമ്മൾ എങ്ങനെ എഴുതുക? ഏരോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് നമ്മൾ എഴുതും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ അടുത്തത്, അങ്ങനെ 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 മാറിപ്പോവും. ആൻസേഴ്സ് എന്താ വരിക? ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യണം, എന്നിട്ട് ആൻസർ നോക്കുക. ഗ്രാസിനെ കഴിക്കണത് ആരാ? ഗ്രാസ് ഹോപ്പറിന് ആരാ കഴിക്കുക? ഫ്രോഗ്, തവള. ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ പുൽച്ചാടി കേട്ടോ. ഫ്രോഗ്, തവളേനെ ആരാ കഴിക്കുക? സ്നേക്ക്, പാമ്പിനെ ആരാ കഴിക്കുക? ഈഗിൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 25. നമുക്കിവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണുന്നത് മൊത്തം നശിപ്പിക്കണ ഓരോ പിക്ചേഴ്സാണ്. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഈ പ്രകൃതി, നാച്ചുറൽ മൊത്തം നശിപ്പിക്കണത്. ഒരെണ്ണത്തിൽ മരങ്ങൾ വെട്ടുണ്ട്, ഒരെണ്ണത്തിൽ മലകൾ ഇങ്ങനെ മണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്, പാടം നികത്തുണ്ട്. ഓക്കെ, കുളങ്ങൾ നികത്തുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അബൌട്ട് ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഓൺ നാച്ചർ. നമ്മുടെ കടന്നുകയറ്റം, മനുഷ്യരുടെ കടന്നുകയറ്റമല്ലേ ഈ ഭൂമിയിലും ഈ ഒരു പ്രകൃതിയിലൊക്കെ, അതെന്തൊക്കെയാണ് നിങ്ങൾ ആ പിക്ചേഴ്സിൽ കണ്ടതെന്ന് ആദ്യം എഴുതുക ആദ്യത്തെ ബോക്സിൽ. രണ്ടാമത്തെ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് അബൌട്ട് ഹൗ ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഓൺ നാച്ചർ എഫക്ട് ദ എക്കോസിസ്റ്റം. നമ്മുടെ പ്രകൃതിയെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് രണ്ടാമത്തെ ബോക്സിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പിക്ചേഴ്സിൽ കണ്ടതെന്ന്. മരങ്ങൾ വെട്ടണത്, ഡീഫോറസ്ട്രേഷൻ. ഇനി കുളങ്ങൾ നികത്തുക മണ്ണിട്ടിട്ട്, ഫില്ലിംഗ് അപ്പ് ഓഫ് പോണ്ട്സ്. ഇനി എന്താ? പാടങ്ങൾ നികത്തുക, ഫില്ലിംഗ് അപ്പ് ഓഫ് പാഡി ഫീൽഡ്. ഇനി എന്താ? കുന്നുകളിൽ നിന്ന് മണ്ണിടിക്കുക, അപ്പോൾ ലെവലിംഗ് ഓഫ് ഹിൽസ്, നിരപ്പാക്കുക എന്നർത്ഥം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മനുഷ്യരുടെ ഈ കടന്നുകയറ്റം എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കണമെന്ന് എഴുതുക. ആൻസർ നോക്കാം. ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഓൺ നാച്ചർ അഫക്ട് ദ എക്കോസിസ്റ്റം ഇൻ വേരിയസ് വേ. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ഫുഡ്, ഇൻക്രീസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി.
അപ്പോൾ പല വഴികൾ കൊണ്ടും ഈ മനുഷ്യന്മാരുടെ കടന്നുകയറ്റം നമ്മുടെ പ്രകൃതിയുമുള്ള ഈ കടന്നുകയറ്റങ്ങൾ നമുക്ക് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് വെള്ളത്തിൻ്റെ കുറവ്, രണ്ടാമത്തെ ഭക്ഷണത്തിൻ്റെ കുറവ്, മൂന്നാമത്തെ ചൂട് കൂടുക, മരങ്ങളൊക്കെ വെട്ടുമ്പോൾ ചൂട് കൂടുക, നാലാമത്തെ എന്താ, മണ്ണിന് ഫലഭൂഷ്ടി ഇല്ലാതിരിക്കുക. അടുത്തത് നോക്കിയേ, പാടം നികത്തുന്ന ഒരു ഫോട്ടോയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. ഓക്കെ, മണ്ണ് ഇട്ടിട്ട് പാടം നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find out and write about the effect of organism in a paddy field ecosystem by covering the soil. ഇങ്ങനെ ഈ പാടങ്ങൾ നികത്തുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഓർഗാനിസത്തിന്, ജീവജാലങ്ങൾക്ക് സംഭവിക്കുക, എന്തിൻ്റെ കുറവ് അവർക്ക് ഉണ്ടാവുക? When covering paddy field with soil, it will affect the organism. It reduce the availability of food to cranes അല്ല, ക്രെയിൻ ആണ് കേട്ടോ, അവിടെ തെറ്റ് ചെയ്തേക്കുന്നതാണ്. ക്രെയിൻ, CRAINS, കൊക്കുകൾ, ഡക്സ് ആൻഡ് സ്മോൾ ബേർഡ്സ് ഇൻ ഫീൽഡ് and cause water scarcity. The habitat will lose for organisms like fish, frogs, snails and crab. അവിടെ ലോസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, LOSS വരും. ഇവിടെ അവരെന്താ പറയുന്നത്, സോയിൽ ഇട്ടിട്ട് മണ്ണിട്ടിട്ട് നമ്മുടെ ഈ പാടങ്ങളൊക്കെ നികത്തുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, കൊക്കുകൾക്ക്, താറാവിന്, അതുപോലെ ചെറിയ ബേർഡ്സിനൊക്കെ ഫുഡ്, അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടില്ല. അതുപോലെ വെള്ളം, ദാഹം അവർക്ക് കൂടും. അതുമാത്രമല്ല ഈ മീൻ, അതുപോലെ ഒച്ചുകൾ, അതുപോലെ എന്താ തവളകൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യും, ഹാബിറ്റാറ്റ്, വാസസ്ഥലം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്, മനുഷ്യന്മാർ, നമ്മൾ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്ത് നമുക്ക് വലിയ വലിയ വീടുകളും ബിൽഡിങ്ങൊക്കെ കിട്ടുമ്പോൾ ജീവജാലങ്ങൾക്ക് എന്താണ്, അവരുടെ വാസസ്ഥലവും അവർക്ക് ഭക്ഷണവും അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാതിരിക്കുക, അതാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 27, യൂണിറ്റ് 7, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. Some household objects are given below. Collect some more objects of similar nature. Examine these with a magnet and identify the object attracted by not attracted by magnet. അപ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു കാന്തം കൊണ്ടുവന്ന കാന്തത്തിനോട് അട്രാക്റ്റ് ചെയ്യണത് ഏതൊക്കെ സാധനങ്ങളാണ്, കാന്തത്തിനോട് അട്രാക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് 2 ബോക്സിൽ. ഓക്കെ, കാന്തത്തിനോട് അട്രാക്റ്റ് ചെയ്യണത്, മാഗ്നറ്റിനോട് അട്രാക്റ്റ് ചെയ്യുക, ഓക്കെ, പോകുന്ന പിൻസ്, നെയിൽ, അയൺ നീഡിൽ, കോമ്പസ്, ബ്ലേഡ്. അട്രാക്റ്റ് ചെയ്യാത്തത് പ്ലാസ്റ്റിക്, റബ്ബർ, പെൻ, പേപ്പർ, കോപ്പർ വയർ. ഇതധികം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ റൈറ്റ് വൺ. ഏതാണോ ശരി അതിന് നേരെ ഒരു ടിക്ക് മാർക്ക് ഇടുക. മാഗ്നറ്റ് അട്രാക്റ്റിംഗ് സബ്സ്റ്റാൻസ്. മാഗ്നറ്റ്, കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റാൻസിന് എന്ത് പേര് പറയും, മാഗ്നറ്റിക് സബ്സ്റ്റാൻസ് എന്നാണോ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റാൻസിനാണോ? അട്രാക്റ്റ് ചെയ്യണത് എപ്പോഴും മാഗ്നറ്റിക് സബ്സ്റ്റാൻസ് ആണ്. സബ്സ്റ്റാൻസ് ഡു നോട്ട് അട്രാക്ട് മാഗ്നറ്റ്. മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിന് എന്ത് പേര് പറയും, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റാൻസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരിക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 28, ആർ ഓൾ മാഗ്നറ്റ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ഷേപ്പ്. മാഗ്നറ്റ് ആർ നെയിംഡ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. എല്ലാ കാന്തവും ഒരുപോലെയാണോ, ഒരേ സൈസും ഒരേ ഷേപ്പാണോ? മാഗ്നറ്റ്സിനെ പേരിടുന്നത്, ഓരോ മാഗ്നറ്റിനും ഓരോ പേരാണ്, അതിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് അതിന് നമ്മൾ ഓരോ പേരിടുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഷേപ്പിലുള്ള തന്നിരിക്കുന്നത് താഴെ മാഗ്നറ്റാണ്. ഓക്കെ, അതിൻ്റെ പേര് നമുക്ക് നോക്കാം. ആദ്യത്തെ ഏതാ, ബാർ മാഗ്നറ്റ്, ഒരു ബാർ പോലെ ഇരിക്കുന്നുണ്ട്, ബാറിൻ്റെ കഷ്ണം പോലെ. ഡിസ്ക് മാഗ്നറ്റ്, അടുത്തത് എന്താ, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്, അടുത്തത് ആർക്ക് മാഗ്നറ്റ്, അടുത്തത് റിംഗ് മാഗ്നറ്റ്, അടുത്തത് യു മാഗ്നറ്റ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പോർഷൻസിൽ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ആദ്യം ടെക്സ്റ്റിൽ നോക്കുക, ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ ഈ ഉത്തരങ്ങൾ നോക്കി എഴുതാം കേട്ടോ. നെക്സ്റ്റ്, ഇസ് മാഗ്നറ്റ് യൂസ്ഡ് ഇൻ ഓൾ ഡിവൈസസ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് 5 ഒബ്ജക്റ്റ് ദറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്. ഈ മാഗ്നറ്റ്, കാന്തം എല്ലാ വസ്തുക്കളിലും ഉണ്ടാവുമോ, ഏതൊക്കെ വസ്തുക്കളിലാണ് ഉണ്ടാവുക എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ടെലിവിഷൻ, വാച്ച്, സ്പീക്കർ, ഹെഡ്ഫോൺ, മൊബൈൽ, റേഡിയോ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതി വയ്ക്കാം. ഓക്കെ, സുമ എൻഗേജ്ഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് സെപ്പറേറ്റിംഗ് അയൺ ഡസ്റ്റ് ഫ്രം ദ സാൻഡ് യൂസിങ് എ മാഗ്നറ്റ്. അപ്പോൾ സുമ എന്ത് ചെയ്തു, അയൺ ഡസ്റ്റ്, മണ്ണിൽ നിന്ന് മാഗ്നറ്റിൻ്റെ ഡസ്റ്റ് അത് നമുക്ക് കിട്ടും, കാന്തപ്പൊടികൾ കിട്ടും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാന്തം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ പല രീതിയിൽ സുമയുടെ കാന്തത്തുമ്മേ ഇങ്ങനെ ആ അയണിൻ്റെ എന്ന് പറഞ്ഞാൽ കാന്തത്തിൻ്റെ തരികൾ, കാന്തപ്പൊടിയുടെ തരികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. Can you explain why you choose this image? ഇതിലെന്താ, ഇൻ മാഗ്നറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് മോർ അറ്റ് എൻഡ് പോൾസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ 2 എൻഡിലും 2 അറ്റങ്ങളിലായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. ഈ എൻഡുകളെ പറയുന്ന പേരാണ് പോൾസ് കേട്ടോ. അതുകൊണ്ടാണ്
കാന്തത്തരികൾ വേഗം രണ്ട് അറ്റങ്ങളിലേക്കും അടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻഡ് ഡ്രോ ദ കറക്റ്റ് പിക്ചേഴ്സ് ബൈ ഒബ്സർവിങ് ദ പിക്ചർ ഓഫ് അറേഞ്ച്ഡ് ബാർ മാഗ്നറ്റ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിലുണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള പിക്ചർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് പിക്ചർ ബി ആണ് വരിക. ആദ്യത്തെ നോക്കിയേ, നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്. സൗത്തും സൗത്തും ഒരുമിച്ചല്ല വന്നേക്കണ നടുവിൽ, അപ്പോൾ അതൊരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല, രണ്ട് കാന്തും അട്രാക്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ നോക്കിയേ, സൗത്തും നോർത്തും. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് വരുമ്പോഴാണ് അട്രാക്റ്റ് ചെയ്യുക. സെയിം സൈഡ്സ് വരുമ്പോൾ അട്രാക്റ്റ് ചെയ്യില്ല. സെയിം സൈഡ്സിനെ പറയണതാണ് ലൈക്ക് പോൾസ്. രണ്ടും ഒരേപോലെയുള്ള അറ്റങ്ങൾ, അതാണ് ലൈക്ക് പോൾസ്. ഇവിടെ ഞാൻ ബി ആണ് ആൻസർ, അതുകൊണ്ട് ഞാൻ ബി എന്ന് എഴുതി വെച്ചു. നിങ്ങൾ എന്ത് വേണം, രണ്ട് ബാർ മാഗ്നറ്റും എടുത്ത് വരച്ചു വെക്കണം. ഓക്കെ, രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനിൽ ബി ഏതാ എടുക്കുന്നത്, നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത്. ആ ബാർ മാഗ്നറ്റ് വരച്ചു വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അനലൈസ് ദ ഒബ്സർവേഷൻ ആൻഡ് റെക്കോർഡ് യുവർ ഫൈൻഡിങ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അത് ഇതിൽ എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ട് ഒരുപോലത്തെ പോൾസ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, അട്രാക്റ്റ് ചെയ്യില്ല. രണ്ടും വെവ്വേറെ പോൾസ് വന്നാൽ അട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ ആൻസർ നോക്കാം. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ഈച്ച് അതർ. ഒരുപോലത്തെ എൻഡുകൾ വന്നാൽ നോർത്ത് നോർത്ത്, സൗത്ത് സൗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും റിപ്പൽ ചെയ്യും, അട്രാക്റ്റ് ചെയ്യാതെ മാറിപ്പോവും. വേറാസ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ. എന്നാൽ ഒരുപോലത്തെ അല്ലാത്ത എൻഡുകൾ സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ബാർ മാഗ്നറ്റ്സ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അതാണ് നമുക്കിതിന്ന് മനസ്സിലായത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 13. ബ്രിങ് നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് നിയർ ദ നോർത്ത് പോൾ ഓഫ് അനദർ ഹാങ്ഡ് മാഗ്നറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ്? കംപ്ലീറ്റ് ദ ഒബ്സർവേഷൻ ടേബിൾ ബൈ പെർഫോമിംഗ് എ സിമിലർ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ അതർ പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് അവിടെ തൂക്കിയിട്ടുണ്ട്, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് നോക്കുക. ഹാങ് ചെയ്യണ മാഗ്നറ്റിൻ്റെ അവിടെ നോർത്ത് പോളാണ്, നമ്മുടെ കയ്യിലിരിക്കണത് നോർത്ത് പോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക, ഞാൻ പറഞ്ഞു ഒരുപോലത്തെ എൻഡ് പോൾസ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, അട്രാക്റ്റ് ചെയ്യാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അപ്പോൾ റിപ്പൾഷൻ. നെക്സ്റ്റ് നമ്മുടെ കയ്യിലിരിക്കണത് സൗത്ത് പോൾ, അവിടെ ഹാങ് ചെയ്തേക്കുന്നത് നോർത്ത് പോൾ. അപ്പോൾ നോർത്തും സൗത്തും വന്നുകൊണ്ട് അൺലൈക്ക് പോൾസ് അല്ലേ, അട്രാക്റ്റ് ചെയ്യും. അടുത്തതോ സൗത്ത് പോൾ നോർത്ത് പോൾ, അതും അട്രാക്റ്റ് ചെയ്യും. അടുത്തതും സൗത്ത് പോൾ നോർത്ത് പോൾ, അപ്പോൾ അതും അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി കാർഡ് 13. എ ബേർഡ് ദാറ്റ് ടേൺസ് ടു വൺ സൈഡ് ഓൺലി. Make a bird by cutting a cardboard sheet and hide a magnet inside. Tie and hang it to a thread. As the magnet faces the south, the bird will point in the same direction. ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഒരു ബേർഡിനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളൊരു കാന്തട്ടിട്ട് ഹാങ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാന്തം പിടിച്ചിട്ട് സൗത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേർഡ് എന്ത് ചെയ്യും, സൗത്തിലേക്ക് തന്നെ പോവും. ഇതുപോലെ ഒരു ടോയ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർലി ഡിസൈൻ എ ടോയ് യൂസിങ് ദ മാഗ്നറ്റിക് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഫീച്ചർ. ഇതുപോലത്തെ ഫീച്ചേഴ്സ് നോക്കാനായിട്ട് ഒരു ടോയ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയയിലുള്ള പോലെ ഏതെങ്കിലും ഒരു ടോയ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു ടോയ് കേട്ടോ. മേക്ക് 2 balls, a small and big one using paper. Put a magnet inside big ball. Put a coin inside the small ball. Roll 2 balls on floor. We can see the small ball attract the big ball which has magnet. 2 ബോൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി. വലിയ ബോളിൻ്റെ ഉള്ളിൽ ഞാൻ മാഗ്നറ്റ് ഇട്ടു, ചെറിയ ബോളിൻ്റെ ഉള്ളിൽ കോയിൻ ഇട്ടു. എന്നിട്ട് രണ്ടും ഉരുട്ടി നിലത്തിക്കൂടെ. അപ്പോൾ ചെറിയ ബോൾ, കോയിനുള്ള ബോൾ എന്ത് ചെയ്തു, കാന്തുള്ള ബോളിനെ അട്രാക്റ്റ് ചെയ്തു. ഇതാണ് ടോയ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ 17 തൊട്ടിട്ട് 30 വരെയുള്ള ബേസിക് സയൻസിലെ ആക്ടിവിറ്റി കാർഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും. അത് മാത്രമല്ല നിങ്ങളുടെ ക്ലാസ്സസ് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വരും. താങ്ക്